ഏവർക്കും അക്കാഡമിയ PSCയുടെ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചില GK ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കുന്നത്. PSC നിരന്തരം ചോദിച്ചു വരുന്ന ചില GK ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അവ തിരിഞ്ഞു പോകാനോ മറന്നു പോകാനോ ചാൻസ് ഉണ്ട്. അപ്പോൾ അവ തിരിഞ്ഞു പോകാതെ എങ്ങനെ എളുപ്പ വഴിയിൽ ഒരിക്കലും മറക്കാത്ത രീതിയിൽ നമുക്ക് പഠിക്കാം, ആ രീതിയാണ് നമ്മളിന്ന് നോക്കുന്നത്. ചില കോഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. ആദ്യമായിട്ട് പറയുന്നത് സാർക്കിലെ അംഗരാജ്യങ്ങളെ കുറിച്ചാണ്. ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് സാർക്കിലെ അംഗരാജ്യങ്ങൾ ആരൊക്കെയാണെന്നാണ്. അതെങ്ങനെ എളുപ്പ വഴിയിൽ പഠിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിനു മുൻപായിട്ട് സാർക്ക് എന്താണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ എന്നതാണ് സാർക്കിന്റെ പൂർണ്ണരൂപം. എന്താണ് സാർക്കിന്റെ പൂർണ്ണരൂപം? സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ. സാർക്ക് എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ 1985 ഡിസംബർ 8 സാർക്ക് നിലവിൽ വന്നത്. 1985 ഡിസംബർ 8. ഇപ്പോൾ ഡിസംബർ 8 നിലവിൽ വന്ന ഈ സംഘടനയിൽ 8 അംഗരാജ്യങ്ങളാണുള്ളത്. അപ്പോൾ അത് ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. ഡിസംബർ 8 നിലവിൽ വന്നത്. 8 അംഗരാജ്യങ്ങളാണുള്ളത്. 1985 നിലവിൽ വന്ന വർഷം. അപ്പോൾ സാർക്കിലെ അംഗരാജ്യങ്ങളെ എങ്ങനെ ഓർത്തിരിക്കുക എന്നുള്ള കോഡാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സാർക്കിലെ അംഗരാജ്യങ്ങളെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള കോഡാണ് MBBS സ്പെയിൻ. എന്താണ് MBBS സ്പെയിൻ എന്ന് ഓർത്തിരിക്കുക. ഇനി എന്താണ് ഓരോന്ന് നോക്കാം. M എന്ന് വെച്ചാൽ മാലിദ്വീപാണ്. എന്താണ് M? മാലിദ്വീപാണ്. B ഭൂട്ടാനാണ്. B എന്താണ്? ഭൂട്ടാൻ. ആദ്യത്തെ B ഭൂട്ടാൻ. രണ്ടാമത്തെ B എന്താണ്? ബംഗ്ലാദേശ്. എന്താണ്? ബംഗ്ലാദേശ്. അടുത്തത് S എന്താണ് സൂചിപ്പിക്കുന്നത്? ശ്രീലങ്കയാണ്. അപ്പോൾ MBBS ആയി. M എന്ന് പറഞ്ഞാൽ മാലിദ്വീപ്, B ഭൂട്ടാൻ, B ബംഗ്ലാദേശ്, S ശ്രീലങ്ക. ഇനി പെയിനിലെ P സൂചിപ്പിക്കുന്നത് പാകിസ്ഥാനെയാണ്. പെയിനിലെ P എന്താണ്? പാകിസ്ഥാൻ. A സൂചിപ്പിക്കുന്നത് അഫ്ഗാനിസ്ഥാനാണ്. A എന്താണ്? അഫ്ഗാനിസ്ഥാൻ. I ഇന്ത്യ, N നേപ്പാൾ. അപ്പോൾ സാർക്കിലെ അംഗരാജ്യങ്ങളെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. സാർക്കിലെ അംഗരാജ്യങ്ങളെ ഓർത്തിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോഡാണ് എന്ത്? MBBS സ്പെയിൻ എന്നുള്ളത്. M മാലിദ്വീപ്, B ഭൂട്ടാൻ, B ബംഗ്ലാദേശ്, S ശ്രീലങ്ക, P പാകിസ്ഥാനും, A അഫ്ഗാനിസ്ഥാനും. I എന്താണ്? ഇന്ത്യ, N നേപ്പാൾ. അപ്പോൾ സാർക്കിൽ എത്ര അംഗരാജ്യങ്ങളാണുള്ളത്? 8 അംഗരാജ്യങ്ങളാണുള്ളത്. സാർക്ക് നിലവിൽ വന്നത് 1985 ഡിസംബർ 8 സാർക്കിലെ അംഗരാജ്യങ്ങൾ മറന്നു പോകാതിരിക്കാനുള്ള കോഡ് എന്താണ്? MBBS സ്പെയിൻ. എന്താണ്? MBBS സ്പെയിൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത കോഡ് നോക്കാം. ഭാരതരത്ന നേടിയ ഇന്ത്യൻ വനിതകൾ ആരൊക്കെയാണെന്ന് നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള കോഡാണ് ഇനി പറയുന്നത്. അപ്പോൾ ഭാരതരത്ന നേടിയ ഇന്ത്യൻ വനിതകളെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള കോഡാണ് മാം ഇല്ല. അപ്പോൾ വനിതകളുടെ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മാം എന്ന് ഓർത്തിരുന്നാൽ അമ്മ എന്ന രീതിയിൽ ഓർത്തിരിക്കുക. അപ്പോൾ ഭാരതരത്ന നേടിയ ഇന്ത്യൻ വനിതകളെ ഓർത്തിരിക്കാനുള്ള കോഡ് എന്താണ്? മാം ഇല്ല. അപ്പോൾ M എന്താണ് സൂചിപ്പിക്കുന്നത്? മദർ തെരേസ. M മദർ തെരേസ. A സൂചിപ്പിക്കുന്നത് അരുണ ആസിഫ് അലിയാണ്. ആരെയാണ്? അരുണ ആസിഫ് അലി. അപ്പോൾ A ആയി. അടുത്ത ഒരു M കൂടിയുണ്ട്. ആ M സൂചിപ്പിക്കുന്നത് MS സുബലക്ഷ്മിയാണ്. ആരാണ്? MS സുബലക്ഷ്മി. അടുത്തത് I ആണ്. അത് ഇന്ദിരാഗാന്ധിയെ സൂചിപ്പിക്കുന്നു. ഇനി ഒരു L-ഉം A-യും ഉണ്ട്. അതെന്താണ്? ലതാ മങ്കേഷ്കർ ആണ്. ആരാണ്? ലതാ മങ്കേഷ്കർ. അപ്പോൾ ഭാരതരത്ന നേടിയ ഇന്ത്യൻ വനിതകളെ ഓർത്തിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോഡാണ് മാം ഇല്ല. മാം എന്ന് ഓർത്തിരിക്കാൻ നമുക്ക് എന്താണ്? വനിതകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അമ്മ എന്ന രീതിയിൽ മാം ഇല്ല എന്ന് ഓർത്തിരിക്കാം. M മദർ തെരേസ, A അരുണ ആസിഫ് അലി, M MS സുബലക്ഷ്മി, I ഇന്ദിരാഗാന്ധി, L ലതാ മങ്കേഷ്കർ. ഇപ്പോൾ പറഞ്ഞ 2 കോഡ് മനസ്സിലായെന്ന് കരുതുന്നു. സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ, അതായത് സാർക്കിലെ അംഗരാജ്യങ്ങളെ ഓർത്തിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോഡാണ് MBBS സ്പെയിന്. ഇപ്പോൾ 8 അംഗരാജ്യങ്ങളാണുള്ളത്. ആ 8 രാജ്യങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു. രണ്ടാമത്തെ കോഡാണ് ഭാരതരത്ന നേടിയ ഇന്ത്യൻ വനിതകളെ ഓർത്തിരിക്കുന്നതിനുള്ള കോഡാണ് മാം ഇല്ല. എന്താണ്? മദർ തെരേസ, അരുണ ആസിഫ് അലി, MS സുബലക്ഷ്മി, ഇന്ദിരാഗാന്ധി, ലതാ മങ്കേഷ്കർ എന്നിവരാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത കോഡ് നോക്കാം.
മൂന്നാമത്തെ കോഡാണ് നമ്മുടെ സാധാരണ ടെക്സ്റ്റ് ബേസിൽ ചോദിച്ച് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫ്രഞ്ച് വിപ്ലവ ചിന്തകരാരൊക്കെയാണെന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പ വഴിയാണ്. എന്താണ്? ഫ്രഞ്ച് വിപ്ലവ ചിന്തകർ. അപ്പോൾ ഓർത്തിരിക്കാനുള്ള കോഡാണ് റൂസോ മിണ്ടാതെ വാൾ വീശി. എന്താണ് നമ്മുടെ കോഡ്? റൂസോ മിണ്ടാതെ വാൾ വീശി. ഫ്രഞ്ച് വിപ്ലവ ചിന്തകരെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള കോഡ് എന്താണ്? റൂസോ മിണ്ടാതെ വാൾ വീശി. അപ്പോൾ റൂസോ ആരാണ് നമുക്കറിയാം, റൂസോ തന്നെയാണ്. മിണ്ടാതെ മൊണ്ടസ്ക്യൂ. മിണ്ടാതെ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? മൊണ്ടസ്ക്യൂ. വാൾ വീശി, അതെന്താണ്? വാള് സൂചിപ്പിക്കുന്നത് വോൾട്ടയറിനെയാണ്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവ ചിന്തകർ പ്രധാനമായിട്ട് 3 പേരാണ്: റൂസോ, മൊണ്ടസ്ക്യൂ, വോൾട്ടയർ. എന്താണ് കോഡ്? റൂസോ മിണ്ടാതെ വാൾവീശി. ഒന്നുകൂടി പറയാം, കോഡ് എന്താണ്? റൂസോ മിണ്ടാതെ വാൾവീശി. റൂസോ, മൊണ്ടസ്ക്യൂ, വോൾട്ടയർ എന്നിവരാണ് ഫ്രഞ്ച് വിപ്ലവ ചിന്തകർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത കോഡിലേക്ക് പോകാം. ദ്വിമണ്ഡലങ്ങളുള്ള ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ദ്വിമണ്ഡലങ്ങളുള്ള ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള കോഡാണ് KT അമ്പു. എന്താണ്? KT അമ്പു. K എന്ന് പറഞ്ഞ കർണാടക, T തെലുങ്കാന, A ആന്ധ്രാപ്രദേശ്, M മഹാരാഷ്ട്രയാണ്, B ബീഹാർ, U ഉത്തർപ്രദേശ്. അപ്പോൾ ദ്വിമണ്ഡല സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കാനുള്ള എളുപ്പ വഴിയാണ് അല്ലെങ്കിൽ കോഡാണ് എന്ത്? KT അമ്പു. എന്താണ്? KT അമ്പു. K എന്ന് പറയുന്നത് കർണാടകയാണ്, T തെലുങ്കാന, A ആന്ധ്രാപ്രദേശ്, M മഹാരാഷ്ട്ര, B ബീഹാർ, U ഉത്തർപ്രദേശ് എന്നിവയാണ്. അപ്പോൾ ദ്വിമണ്ഡല സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായോ? K കർണാടക, T തെലുങ്കാന, A ആന്ധ്രാപ്രദേശ്, M മഹാരാഷ്ട്ര, B ബീഹാർ, U ഉത്തർപ്രദേശ്. നമ്മുടെ കോഡ് എന്താണ്? KT അമ്പു. ജമ്മു കാശ്മീർ കൂടി ഇതിൽ ഉൾപ്പെട്ടിരുന്നു. എന്നാൽ ജമ്മു കാശ്മീർ ഇപ്പോൾ എന്തല്ല, ഒരു സംസ്ഥാനമല്ല. അപ്പോൾ ദ്വിമണ്ഡല സംസ്ഥാനങ്ങൾ 6 എണ്ണത്തിൻ്റെ കോഡാണ് നമ്മൾ പറഞ്ഞത്. KT അമ്പു എന്ന് ഓർത്തിരിക്കുക. എന്താണ്? KT അമ്പു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത കോഡിലോട്ട് പോകാം. അടുത്ത കോഡ് സപ്ത സഹോദരിമാർ എന്നറിയപ്പെടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. സപ്ത സഹോദരിമാർ എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ്? സപ്ത സഹോദരിമാർ എന്നറിയപ്പെടുന്ന സംസ്ഥാനങ്ങളെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള കോഡാണ് MT മാമൻ. എന്താണ്? MT മാമനാണ്. എന്താണ്? MT എന്താണ് സൂചിപ്പിക്കുന്നത് നോക്കാം. M എന്ന് പറഞ്ഞ മേഘാലയ. M എന്താണ്? മേഘാലയ. T എന്താണ്? ത്രിപുര. T ത്രിപുര. അടുത്ത മാമനിലെ ആദ്യത്തെ M മിസോറാമാണ്. എന്താണ്? മിസോറാം. A അരുണാചൽ പ്രദേശ്, M മണിപ്പൂർ, A ആസാം, N നാഗാലാൻഡ്. അപ്പോൾ സപ്ത സഹോദരിമാർ എന്നറിയപ്പെടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. M മേഘാലയ, T ത്രിപുര, M മിസോറാം, A അരുണാചൽ പ്രദേശ്, M മണിപ്പൂർ, A ആസാം, N നാഗാലാൻഡ്. കോഡ് ഓർത്തിരിക്കുക. എന്താണ്? MT മാമൻ. അപ്പോൾ സപ്ത സഹോദരിമാരെ ഓർത്തിരിക്കാനുള്ള കോഡാണ് MT മാമൻ. സപ്ത സഹോദരിമാർക്ക് ആരുണ്ട്? MT മാമനുണ്ട്. അപ്പോൾ അങ്ങനെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത കോഡിലോട്ട് പോവാം. കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ. നമ്മൾ വൈറ്റമിനുകളെ കുറിച്ച് പഠിച്ചിരുന്നു. അതിൽ കൊഴുപ്പിൽ ലയിക്കുന്ന 2-3 വൈറ്റമിനുകളുണ്ട്. അത് ഓർത്തിരിക്കാനൊരു എളുപ്പ വഴിയുണ്ട്. അതായത് നമ്മുടെ കൊഴുപ്പെന്ന് പറയുന്നത് ശരീരത്തിന് എന്താണ്? കേടാണെന്ന് നമ്മൾ പണ്ട് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. കൊഴുപ്പ് എന്താണ്? നമ്മുടെ ശരീരത്തിന് കേടാ. അപ്പോൾ കേടാ എന്നുള്ള വാക്ക് ഓർത്തിരിക്കുക. കേടാ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുന്നത് എങ്ങനെയാണ്? KEDA. അപ്പോൾ കൊഴുപ്പ് ലയിക്കുന്ന വൈറ്റമിനുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാലും ഏതൊക്കെ തന്നെയാണ്? KEDA. ഇപ്പം എങ്ങനെ ഓർത്തിരിക്കാൻ ശ്രമിക്കുക? കൊഴുപ്പ് ശരീരത്തിന് കേടാണ്. ഇത്ര മാത്രം ഓർത്തിരിക്കുക. എന്താണ്? കൊഴുപ്പ് ശരീരത്തിന് കേടാണ്. അപ്പോൾ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ KEDA എന്നിവയാണ്. ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത കോഡിലോട്ട് പോവാം. ചില പ്രധാന ദിനങ്ങളാണ് ഇനി നമ്മൾ പറയുന്നത്. പണ്ട് മുതലേ നമ്മൾ കേട്ടിട്ടുള്ളൊരു കോഡായിരിക്കും, എങ്കിൽ പോലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മളൊന്ന് പറയുവാണ്. വനജയുടെ കാലിൽ ക്ഷയം. എന്താണ്? വനജയുടെ കാലിൽ ക്ഷയം.
ഇത് മാർച്ച് മാസത്തിലെ 4 ദിവസങ്ങളെയാണ് നമ്മൾ ഈ കോഡിലൂടെ പരിചയപ്പെടുന്നത്. വനജയുടെ കാലിൽ ക്ഷയം. വനജയുടെ, അതിലെ വന എന്ന വാക്ക് എന്താണ്? വനദിനത്തെ സൂചിപ്പിക്കുന്നു. എന്താണ്? വനദിനം മാർച്ച് 21. വനജയുടെ, അതിൽ വന എന്ന് മാത്രം എടുക്കുക, അത് വനദിനത്തെ സൂചിപ്പിക്കുന്നു, മാർച്ച് 21. ഇനി വനജയുടെ ജ എടുക്കുക, എന്താണ്? ജലദിനം മാർച്ച് 22. തൊട്ടടുത്ത ദിവസമാണ് മാർച്ച് 22. ഇനി കാലിൽ, അതിലെ കാലെടുക്കുക, അത് കാലാവസ്ഥാ ദിനമാണ്. എന്താണ്? കാലാവസ്ഥാ ദിനം. കാലാവസ്ഥാ ദിനം എന്താണ്? തൊട്ടടുത്ത ദിവസം മാർച്ച് 23. എന്താണ്? മാർച്ച് 23. ഇനി ക്ഷയം എന്താണ്? ക്ഷയദിനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ക്ഷയദിനം എന്നാണ്? മാർച്ച് 24. അപ്പോൾ ആദ്യം ദിവസങ്ങൾ അങ്ങ് പഠിച്ചു വെക്കുക. എന്താണ്? മാർച്ച് 21, 22, 23, 24. എന്നിട്ട് ആ കോഡ് കൂടി പഠിക്കുക. എന്താണ്? വനജയുടെ കാലിൽ ക്ഷയം. വനദിനം, ജലദിനം, കാലാവസ്ഥാ ദിനം, ക്ഷയദിനം മാർച്ച് 21, 22, 23, 24. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എന്താണ് കോഡ്? വനജയുടെ കാലിൽ ക്ഷയം. ആ 4 ദിവസങ്ങൾ നോക്കുക. വനദിനം, ജലദിനം, കാലാവസ്ഥാ ദിനം, ക്ഷയദിനം മാർച്ച് 21, 22, 23, 24. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത കോഡ് നോക്കാം. ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ. സാധാരണയായിട്ട് നമ്മൾ PSC എക്സാമിന് കാണാറുണ്ട്. ചില നദികളുടെ പോഷക നദികൾ ഏതൊക്കെയാണ്, അല്ലാത്തവ ഏതൊക്കെയാണെന്ന് ഓപ്ഷൻ തന്നിട്ട് ചോദിക്കാം. ഇപ്പോൾ ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികൾ പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോഷക നദികളാണ് നമ്മൾ പറയുന്നത്, ഏതൊക്കെയാണെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കോഡാണ് മാലതി സൂപ്പർ. ഇത്ര മാത്രമേ ഉള്ളൂ, മാലതി സൂപ്പർ. അപ്പോൾ ബ്രഹ്മപുത്ര നദി ഓർക്കുമ്പോൾ എന്തോർക്കണം? മാലതി സൂപ്പർ ആണെന്ന് ഓർക്കണം. അപ്പോൾ ഓരോ ലെറ്ററും എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് നോക്കാം. മാ സൂചിപ്പിക്കുന്നത് മാനസ്. എന്താണ്? മാ മാനസ്. ല ലോഹിത്. തി ടീസ്റ്റ. സു സൂചിപ്പിക്കുന്നത് എന്താണ്? സുബൻസിരി. അപ്പോൾ മാലതി സൂപ്പറിലെ മാ എന്താണ്? മാനസ്. ല ലോഹിത്. തി ടീസ്റ്റ. സു സുബാൻസിരി. അപ്പോൾ ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികളാണ് മാനസ്, ലോഹിത്, ടീസ്റ്റ, സുബാൻസിരി. ഇത്ര മാത്രം ഓർത്തിരുന്നാൽ മതി. എന്താണ്? മാലതി സൂപ്പർ. അപ്പോൾ ബ്രഹ്മപുത്ര നദിയെ ഓർക്കുമ്പോൾ എന്തോർക്കണം? മാലതി സൂപ്പർ ആണെന്ന് ഓർക്കണം. മാനസ്, ലോഹിത്, ടീസ്റ്റ, സുബാൻസിരി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത കോഡ് നോക്കാം. അടുത്തതാണ് റാബി വിളകൾ. റാബി വിളകൾ ഏതൊക്കെയാണെന്ന് സാധാരണയായിട്ട് എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ്. റാബി വിളകളെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് റാബി വിളകൾ തിരിഞ്ഞു പോകാം. എന്താണ്? ഖാരിഫ് വിളകൾ, റാബി വിളകളൊക്കെ തമ്മി തിരിഞ്ഞു പോകാം. അപ്പോൾ അങ്ങനെ തിരിഞ്ഞു പോകാതിരിക്കാൻ റാബി വിളകൾ നമ്മൾ പഠിച്ചു വെക്കാം. റാബി വിളകളുടെ കോഡാണ് പയർ ഗോ ബാക്ക്. എന്താണ്? പയർ ഗോ ബാക്ക്. അപ്പോൾ പയർ എന്ന് പറഞ്ഞാൽ എന്താണ്? പയറിനെ സൂചിപ്പിക്കുന്നു. ഗോ എന്നുള്ളത് ഗോതമ്പ്. എന്താണ്? ഗോതമ്പ്. ബാ സൂചിപ്പിക്കുന്നത് ബാർലി. കാ സൂചിപ്പിക്കുന്നത് കടുക്. അപ്പോൾ പയർ, ഗോതമ്പ്, ബാർലി, കടുക്. അപ്പോൾ റാബി വിളകളെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള കോഡാണെന്ത്? പയർ ഗോ ബാക്ക്. പ എന്താണ്? പയർ, പയറിനെ തന്നെ സൂചിപ്പിക്കുന്നു. ഗോ ഗോതമ്പ്, ബാ ബാർലി, എന്താ? ക് സൂചിപ്പിക്കുന്നത് കടുകിനെയാണ്. അപ്പോൾ റാബി വിളകളുടെ കോഡാണ് പയർ ഗോ ബാക്ക്. എന്താണ്? പയർ ഗോ ബാക്ക്. റാബി വിളകളെ കുറിച്ച് ഓർക്കുമ്പോൾ എന്തോർക്കണം? ഈ കോഡ് ഓർക്കണം. എന്താണ് കോഡ്? പയർ ഗോ ബാക്ക്. പയർ, ഗോതമ്പ്, ബാർലി, കടുക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത കോഡ് നോക്കാം. G7 രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ്. ഇതിനു മുൻപ് G8 രാജ്യങ്ങളായിരുന്നു. 2014 റഷ്യയെ പുറത്താക്കിയപ്പോൾ എത്ര രാജ്യങ്ങളായി? G7 രാജ്യങ്ങളായി. സമ്പന്ന രാജ്യങ്ങളുടെ സംഘടനയാണ് G7 എന്ന് വിളിക്കുന്നത്. ഈ സംഘടന നിലവിൽ വന്നതെന്നാണ് 1975 G7 രാജ്യങ്ങളുടെ സംഘടന G8 രാജ്യങ്ങളായിരുന്നു. അത് നിലവിൽ വന്നതെന്നാണ് 1975. 2014 റഷ്യയെ പുറത്താക്കിയതോടുകൂടി എന്തായി? G7 രാജ്യങ്ങളായി. അപ്പോൾ ഈ G7 രാജ്യങ്ങളെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള കോഡാണ് നമ്മൾ ഇനി പരിചയപ്പെടുന്നത്. അജി ഫ്രാൻസിൽ നിന്നും UGC നേടി. വളരെ സിമ്പിളായിട്ട് പഠിച്ചു വെക്കാം. G7 രാജ്യങ്ങളെ ഓർത്തു വെക്കാനുള്ള കോഡ് എന്താണ്? അജി ഫ്രാൻസിൽ നിന്നും UGC നേടി. അജിയിലെ A അമേരിക്ക, J ജപ്പാൻ, I ഇറ്റലി. അപ്പോൾ അജിയായി എന്തൊക്കെയാണ്? അമേരിക്ക, ജപ്പാൻ, ഇറ്റലി. അമേരിക്ക, ജപ്പാൻ, ഇറ്റലി. ഇനി ഫ്രാൻസ് അതേപോലെ തന്നെ ഫ്രാൻസ് തന്നെയാണ്. ഇനി UGC. U എന്താണ്? UK,
ജി ജർമ്മനി, സി കാനഡ. അപ്പോൾ അജി നമ്മൾ പറഞ്ഞു എ അമേരിക്കയാണ്, ജെ ജപ്പാനാണ്, ഐ ഇറ്റലി, ഫ്രാൻസ്, UGC എന്തൊക്കെയാണ് UK-യും ജർമ്മനിയും കാനഡയും. അപ്പോൾ G7 രാജ്യങ്ങളെ നമ്മൾ എങ്ങനെയാണ് പഠിച്ചു വെക്കുന്നത്? അജി ഫ്രാൻസിൽ നിന്നും UGC നേടി. എന്താണ്? അജി ഫ്രാൻസിൽ നിന്നും UGC നേടി. എ സൂചിപ്പിക്കുന്നത് അമേരിക്ക, ജെ ജപ്പാൻ, ഐ ഇറ്റലി, ഫ്രാൻസ്, UGC എന്താണ്? UK, ജി ജർമ്മനി, സി കാനഡ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് G7 രാജ്യങ്ങൾ ഉള്ളത്. G7 രാജ്യങ്ങൾ എന്താണ്? 7 രാജ്യങ്ങളാണുള്ളത്. റഷ്യയെ പുറത്താക്കി. ഇപ്പോൾ നമുക്ക് പഠിച്ചു വെക്കേണ്ട കോഡ് എന്താണ്? അജി ഫ്രാൻസിൽ നിന്നും UGC നേടി. എന്താണ്? അജി ഫ്രാൻസിൽ നിന്നും UGC നേടി. അപ്പോൾ നമ്മളിന്ന് 10 കോഡുകളാണ് പരിചയപ്പെട്ടത്. ഇത് ഇത്രയും PSC ഒരുപാട് തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ബാക്കി കോഡുകളുമായിട്ട് അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ കണ്ടുമുട്ടാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു.